സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. പ്രാർത്ഥിക്കാം. ലേലി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. യേശു നമ്മുടെ ദൈവത്തിന്റെ വചനം പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിന് സ്തോത്രം. സാധനം വിളിച്ചു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അനുസരണം എന്നുള്ള വിഷയമാണ്. അനുസരിക്കണം. ആരെയെല്ലാം അനുസരിക്കണം? യേശു ക്രിസ്തു മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നു. അങ്ങനെ ആണ് മാനവരാശിയുടെ ശാപം നീക്കിയത്. അപ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ രക്ഷ പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതാണ് അനുസരണം. അനുസരണം കൂടാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ ഇതിൽ തെറ്റിപ്പോകും. ആരെ അനുസരിക്കണം? എന്തിനെ അനുസരിക്കണം? ചില മനുഷ്യരുടെ എല്ലാത്തിനെയും അനുസരിക്കും. ലോകത്തിലുള്ള എല്ലാ നിയമങ്ങളും അന്യദൈവങ്ങളുടെ അടുത്ത് പോകും. അത് പറയുന്നത് അനുസരിക്കും. ഇപ്പുറത്ത് പോകും, അത് പറയുന്നത് അനുസരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അനുസരിക്കേണ്ടത് ആരെന്നുള്ളതിന് വ്യക്തത മനുഷ്യവംശത്തിൻ്റെ ഇടയിൽ ഇല്ല എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ തന്നെ ഞാൻ ആരെ അനുസരിക്കണമെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം പലരിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്നാൽ നാം അങ്ങനെയല്ല. വ്യക്തമായ ഉത്തരം നമുക്ക് വേണം. കാരണം നാം രക്ഷ പ്രാപിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിൻ്റെ പൂർണ്ണത കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ വചനത്തിൽ ആശ്രയിച്ച് അനുസരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. ചില മനുഷ്യർ പറയും, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നതാണ്, വേറെ ആരും പറയണത് ഞാൻ അനുസരിക്കേണ്ട കാര്യമില്ല. അവൻ തെറ്റി. മറ്റു ചിലർ പറയും, ഞാൻ എൻ്റെ പിതാക്കന്മാർ തന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുന്നതാണ്, ഞാൻ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതും തെറ്റി. അപ്പോൾ ദൈവത്തെ ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാതെ പലരും അനുസരിക്കാത്തവരുണ്ട്. അപ്പോൾ ലോകത്തിലെ നിയമം അനുസരിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും അനുസരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വാഴ്ചകളെ അധികാരങ്ങളെ അനുസരിക്കാനായിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഭക്തന്മാർ തന്നെ അതിനെ അനുസരിക്കാതെ മാറിപ്പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിച്ചേ പറ്റും. ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവൻ അതോടുകൂടി മറ്റ് അനുസരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കാണും. ഇതാണ് നമ്മൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്താണ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കണം. അതാണ് നിത്യജീവൻ. രണ്ടാമത്തത് മാതാപിതാക്കളെ അനുസരിക്കണം. അവർക്കാണ് ദീർഘായുസ്സും അനുഗ്രഹവും പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത് ലഭിച്ച സത്യം, അറിഞ്ഞിരിക്കുന്ന സത്യം അനുസരിക്കണം. അവിടെ നിന്ന് മാത്രമേ ദൈവം ഒരുവന് ഉയർച്ച കൽപ്പിക്കുന്നുള്ളൂ. അതായത് താങ്കൾ അറിഞ്ഞിരിക്കുന്നത് കല്ല് ദൈവമാണെങ്കിൽ ആ കല്ലിനെ ദൈവമായിട്ട് അത്രമാത്രം ഭയഭക്തിയോടുകൂടി അതിനോട് സമീപിക്കുന്നവരെ ദൈവം വിശ്വസ്തരെന്ന് എണ്ണുമെന്നർത്ഥം. അങ്ങനെയുള്ളവരെ ദൈവം ആ തെറ്റായ വഴിയിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരും. അപ്പം ലഭിച്ച സത്യത്തിൽ കുറഞ്ഞ് വിശ്വസിക്കണം. വീണ്ടും നമ്മൾ പഠിച്ചത് നടത്തിപ്പുകാരെ വിശ്വസിക്കണം.
അനുസരിക്കണം. നടത്തിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താൽ നിയമിതമായിട്ടുള്ള ദൈവത്തിന്റെ സഭയെയും ദൈവജനത്തെയും നടത്തുന്നവരെ അനുസരിക്കണം. അവരുടെ പ്രവൃത്തി പോലെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവരുടെ വാക്കുകൾ വചനവുമായിട്ട് ഒത്തുനോക്കി ആ വചനം അനുസരിച്ച് നിൽക്കുവാൻ ബാധ്യസ്ഥരാണ്. കാരണം എല്ലാ കാര്യങ്ങളും വചനത്തിൽ ഉണ്ടായെന്ന് വരില്ല. അതിന് വചനം പറയുന്നത് ഭയം കാണിക്കുന്നതിന് ഭയം. ഭയപ്പെടണമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടോ? എങ്ങനെയാ ഒരാളെ ഭയപ്പെടണമെന്നുള്ളത് എഴുതിയിട്ടില്ല. നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ചട്ടങ്ങളും ഓരോരോ നിയമങ്ങളും ഈ ലോകത്തിലുണ്ട്. അപ്പോൾ അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. വീണ്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി വാഴ്ചകളെയും അധികാരികളെയും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ, പോലീസുകാരെ അനുസരിക്കണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അനുസരിക്കണം, നമ്മൾ ടാക്സ് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ. യേശു ദൈവത്തെ അനുസരിച്ചു. മാതാപിതാക്കളെ അനുസരിച്ചോ? അനുസരിച്ചോ? ഇല്ലേ? യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നതാ. അനുസരിച്ചു. വാഴ്ചകളെ അധികാരികളെ അനുസരിച്ചോ? ടാക്സ് കൊടുത്തില്ലേ? ചുങ്കം കൊടുത്തില്ലേ? പത്രോസിനോട് പറഞ്ഞു, നീ എന്ന് ഒരു ചൂണ്ടയിട്ട് മീനെ പിടിച്ചോണ്ട് വാ, അതിന്റെ വായിൽ കാണുന്ന ഒരു ദ്രഹ്മ കാണും, അതുകൊണ്ട് നമുക്ക് ടാക്സ് കൊടുക്കാൻ പറഞ്ഞില്ലേ? വാഴ്ചകളെ അധികാരികളെ അനുസരിച്ച്. യേശു ഇവരെ അനുസരിച്ചോ? അറിഞ്ഞ സത്യത്തിൽ യേശു അനുസരിച്ച് ജീവിച്ചവനാണ്. അപ്പൊ ഈ അനുസരണം മുഴുവനും നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് യേശുവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതേ മാതൃക തന്നെ പിന്തുടർന്നേ പറ്റൂ. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ മാത്രമല്ല, ദൈവം ലോകത്തിൽ വെച്ചിട്ടുള്ള വ്യവസ്ഥകളെയും അനുസരിക്കണമെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കാണാം. ഇന്ന് വീണ്ടും നമ്മൾ പഠിക്കുന്നത് കർത്താവിന്റെ വചനത്തിൽ നാം കാണുന്നത് ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഗുരുവിനെ അനുസരിക്കണം. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ടീച്ചറാണ് ഗുരു, അധ്യാപകൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവിനെ അനുസരിക്കുന്നത്? നമ്മൾ ഗുരുക്കന്മാരെ അനുസരിച്ചാൽ ഗുണം എന്താ? ഗുരുക്കന്മാരെ പോലെയാവും. ഒരു 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ആ അറിവിനോടൊന്നുള്ളായി അതിനെ സംബന്ധിച്ച്. വീണ്ടും 2ാം ക്ലാസ്സിലേക്ക് കയറി, അത്രയായി. ഡിഗ്രിക്ക് ചേർന്ന് അങ്ങനെയായി. അങ്ങനെ ആയി അതിങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുവൻ അത്രേ നിങ്ങളുടെ ഗുരു, ക്രിസ്തു തന്നെ. നമ്മുടെ ഗുരു ആരാ? ഈ ലോകത്തിൽ ആരും ഗുരു എന്ന് പേരെടുക്കരുത്. ഗുരു ഒരുവനേ ഉള്ളൂ. അതാരാ? ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കണം. ക്രിസ്തുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്തായിത്തീരും? നമ്മൾ ആരായിത്തീരും? ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അപ്പൊ ശിഷ്യൻ നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായിത്തീർന്നു? ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നു. ക്രിസ്തുവിനെ പോലെ. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മൾ എല്ലാവരും ആരെ പോലെ ആയിത്തീരണം? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് അനുസരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. റോമാലേഖനം 8:16. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും സാക്ഷ്യം പറയുന്നു. എന്താ വായിക്കാറിയാൻ പോയി. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടി സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ
ഞാനിവിടെ പോവാ. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരാള് വളരെ ദേഷ്യപ്പെടുക. വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറുക. അപ്പോൾ ഞാൻ നമ്മളും തിരിച്ച് ദേഷ്യപ്പെടാനായിട്ട് ഉള്ള സാധ്യത വരുക. നിയന്ത്രണം വരുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, "നീ അത് ചെയ്യരുത്. നീ ദൈവത്തിൻ്റെ പൈതലാ." അവർ ലോകത്തിൻ്റെ മക്കളാ. അവരാണ് ആ പ്രവർത്തിക്കുന്നത്. "നീ ദൈവത്തിൻ്റെ പൈതലാ. അതുകൊണ്ട് നിനക്കത് പാടില്ല." എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുന്നു. ഏതാത്മാവ്? നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമാറാക്കിയ ഒരാത്മാവ്. ഈ പറയുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മുടെ ഹൃദയത്തിൽ നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ തരും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നാൽ അനുസരിച്ച് കഴിയുമ്പോൾ, ആ ആത്മാവിനെ അനുസരിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത് തരും. ഇതാണ് ദൈവത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള ലോകത്തിൽ നിന്നുള്ള വേർപാട്. ഏത് മനസ്സാക്ഷി? നല്ല മനസ്സാക്ഷി. ഈ നല്ല മനസ്സാക്ഷി എപ്പോൾ ലഭിക്കും? കർത്താവിന്റെ സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 3:17 മുതൽ. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. അത് എത്രാമത്തെയാ? 21-ാമത്തെയാ? 1 പത്രോസ് 3:18, 19, 20, 21. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, പിന്നെയോ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് അത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. അതായത് നമ്മൾ സ്നാനപ്പെടാനായിട്ട് ചെല്ലുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഏതാ? എന്താ? എനിക്ക് എന്ത് തരണം? നല്ല മനസ്സാക്ഷി. നല്ല മനസ്സാക്ഷി എനിക്ക് തരണമെന്ന് പറയും. എന്തിനാ നല്ല മനസ്സാക്ഷി? നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, മനുഷ്യൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് 2 വശമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുക, ഈ സോഫ എടുത്ത് ഇപ്പത്തിടാം എന്ന് ചിന്തിക്കുക. അപ്പോൾ അതിന് ഒരു എതിര് ചിന്ത വരും. ഇപ്പം അതവിടെ മര്യാദയ്ക്ക് കിടക്കണതല്ലേ, എന്തിനാ അത് എടുത്തിടണേ? ഒരു ചിന്ത വരും. അപ്പോൾ വേറൊരു ചിന്ത പറയും, അതിനേക്കാൾ നല്ലത് ഇത് ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ടാണ്. അപ്പോൾ ഒരു മനസ്സാക്ഷി പറയും, വേണ്ട, അവിടെ നിന്ന് അത് അവിടെ കിടന്നാൽ മതി. കാരണം ഇപ്പോൾ പ്രാർത്ഥനയ്ക്കും ജാഗരണത്തിനും ഒക്കെ നല്ലത് അത് തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ വിവിധമായിട്ടുള്ള ചിന്തകൾ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ചിന്തയ്ക്ക് ഒരു പ്രതിനിധിയുണ്ട്. പിശാചിന്റെ ചിന്തയ്ക്ക് ഒരു പ്രതിനിധിയുണ്ട്. ദൈവത്തിന്റെ ചിന്തയ്ക്ക് ഒരു പ്രതിനിധിയുണ്ട്. നമ്മുടെ സ്വന്തം ചിന്തയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ സാധാരണ മുഖ്യമായിട്ടും നമ്മളൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ ഏതൊക്കെ മനസാക്ഷി പറയും? 1, സ്വന്തം മനസാക്ഷി പറയും. 2, ദൈവത്തിന്റെ മനസാക്ഷി പറയും. 3, പിശാചിന്റെ മനസാക്ഷി പറയും. അത് ജഡമനസ്സാണ്. ഉദാഹരണമായിട്ട് ദാവീദ് ഊര്യാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയെ കണ്ടപ്പോൾ അവളെ ഭാര്യയായിട്ട് എടുക്കാൻ ആഗ്രഹിച്ചു. അത് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അത് തോന്നിപ്പിച്ചതാരാ? പിശാചിന്റെ മനസാക്ഷി. ഉടനെ തന്നെ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം പറഞ്ഞു, ദൈവത്തിന്റെ മനസാക്ഷി പറഞ്ഞു, നിനക്ക് പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അത് നിന്റെ സഹോദരനാണ്,
അതിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. ഒരിക്കലും അത് പാടില്ല. രണ്ടുപേരും പറഞ്ഞു. ആരൊക്കെ പറഞ്ഞപ്പോൾ? ദൈവം പറഞ്ഞു. ഇനി ഏതാ തീരുമാനം എടുക്കണ്ടേ? സ്വന്തം മനസ്സാക്ഷി തീരുമാനം എടുക്കണം. സ്വന്തം മനസ്സാക്ഷി എന്ത് തീരുമാനം എടുത്ത്? ദൈവം പറഞ്ഞതിനെ നിരസിച്ച് സാത്താൻ പറഞ്ഞതിന് ചെയ്തു. ആ വചനം കർത്താവ് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? നീ എന്നെ നിരസിച്ച് ഹിത്തിനായി ഉരിയാവിന്റെ ഭാര്യയെ എടുത്തു. അവിടെ നിരസിച്ചത് ആരെയാ? ദൈവത്തെ. യഥാർത്ഥത്തിൽ നിരസിച്ചത് എന്തിനെയാണ്? നല്ല മനസാക്ഷിയെ നിരസിച്ചേ. ദൈവത്തിന്റെ മനസാക്ഷിയെ നിരസിച്ചേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം കൊണ്ടുവരുന്ന നല്ല മനസാക്ഷിയെ നിരസിക്കുന്നത് എന്തിനു തുല്യമാ? ദൈവത്തെ തുല്യമാ. പിശാച് ഉള്ളിൽ കൊണ്ടുവരുന്ന മോഹത്തെ അനുസരിക്കുന്നത് ആരെ അനുസരിക്കുന്നത് തുല്യമാ? പിശാചിനെ അനുസരിക്കുന്നത് തുല്യമാ. ഇനി സ്വന്തം തീരുമാനത്തിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞാൽ ദൈവം കൊണ്ടുവരുന്ന മനസാക്ഷിയെ തള്ളിക്കളഞ്ഞിട്ട് മറ്റതാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവന്റെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരം. 1 തീമോഥെയോസ് 1:18. ചിലർ വേഗം വിടുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കപ്പലാണ്. അപ്പൊ കപ്പലിന്റെ പ്രത്യേകത എന്താ? കപ്പൽ എവിടെ കിടക്കുന്നു? വെള്ളത്തിൽ കിടക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ജാതികളും ഭാഷകളും ഗോത്രങ്ങളും വംശങ്ങളും അടങ്ങിയ ജനസമൂഹമാണ് എന്താ? വെള്ളം അല്ലെങ്കിൽ സമുദ്രം. ഇതിന്റെ പുറമെയാണ് കപ്പൽ കിടക്കുന്നത്. ഈ കപ്പൽ എന്തുകൊണ്ട് പണിതിരിക്കുന്നു? വിശ്വാസം കൊണ്ട് പണിതിരിക്കുന്നു. വിശ്വാസ കപ്പലാണ്. ഇതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഒരു കീല് തേക്കും. കീലെന്ന് പറഞ്ഞാൽ ആറ് പോലെ ഒരു സാധനം. ഇതുപോലെ ഇതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കുന്നത് എന്തുകൊണ്ടാ? നല്ല മനസാക്ഷി. ഈ കപ്പലിനകത്ത് വസിക്കുന്നത് ആരാ? പറഞ്ഞു. കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന ആരാ? ആര്? നമ്മുടെ പ്രാണൻ. നമ്മുടെ പ്രാണൻ. അപ്പോ ഈ കപ്പൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? വിശ്വാസം. എവിടെ കിടക്കുന്നു? സമുദ്രത്തിൽ. സമുദ്രം എന്ന് പറയുന്നത് ലോകം. ഏതൊക്കെ? ഭാഷകളും ഗോത്രങ്ങളും വംശങ്ങളും ജാതികളുമായിരിക്കുന്ന ലോകം. ഇതിലാണ് ഈ കപ്പൽ മുങ്ങി കിടക്കുന്നത്. കപ്പലിനകത്തേക്ക് വെള്ളം കയറാതിരിക്കുന്നത് എങ്ങനെയാ? നല്ല മനസാക്ഷി. ഈ കപ്പലിനകത്ത് വസിക്കുന്ന ആരാ? മനുഷ്യന്റെ പ്രാണൻ. ഇതിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത് എങ്ങോട്ടാ? സിയോനിലേക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ. അപ്പൊ മറന്നു പോകരുത് ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ കപ്പല് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുമ്പുണ്ടായിരിക്കുന്ന പോലെ സംഭവം ഉണ്ടായാൽ, ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പോലെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല മനസാക്ഷി നീക്കിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? വെള്ളം കയറും. കപ്പലിനകത്ത് വെള്ളം കയറും. അപ്പൊ ദാവീദിന്റെ നല്ല മനസാക്ഷി ദാവീദ് തള്ളിക്കളഞ്ഞു. ദാവീദിന്റെ കപ്പലിലേക്ക് എന്ത് കയറി? വെള്ളം കടന്ന് കപ്പല് മുങ്ങി തകർന്നു പോയി. ഇതാണ്. ഇങ്ങനെയുള്ളവരുടെ ലക്ഷണം എന്താണെന്നറിയോ? അടുത്ത് വായിച്ചു. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് 1:18. 1 തീമോഥെയോസ് 1:18. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ കുത്തുവാൻ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, വായിച്ചേ. 1 തീമോഥെയോസ് 1:18. അതിന്റെ 20 മുതൽ വായിക്കും. അതിന്റെ 19. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. രണ്ടുപേരുടെ പേര് ഏതൊക്കെയാ? ഹുമനിയോസും അലക്സാണ്ടറും ഇങ്ങനെയുള്ളവർ കൂട്ടത്തിലുള്ളവരാകുന്നു.
അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ ഒരു സാധനം ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ സാധനം. അപ്പോൾ കപ്പൽ മുങ്ങിയവരുടെ ലക്ഷണം എന്താ? സകലരെയും ദുഷിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും ദൂഷിക്കും. ഇതാണ് കപ്പൽ മുങ്ങുക. അത് ഇപ്പം അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ കപ്പൽ നിലനിൽക്കണമെങ്കിൽ നല്ല മനസാക്ഷി വേണം, വിശ്വാസം വേണം, നല്ല മനസാക്ഷി വേണം. ഇത് രണ്ടും കൊണ്ടാണ് ലോകത്തിൽ നിന്ന് നമ്മുടെ പ്രാണൻ വേർപെട്ട് ജീവിക്കുന്നത്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ അത് അപ്പോൾ തന്നെ വിശ്വാസ കപ്പൽ തകർന്നു പോകും. ഇനി നല്ല മനസാക്ഷി പറയുന്നത് അനുസരിച്ചാലോ? നല്ല മനസാക്ഷി പറയുന്നത് അനുസരിച്ചാൽ നമ്മൾ ദിനം പ്രതി ആരെ അനുസരിക്കുന്നതായിട്ട് വരും? ക്രിസ്തുവിനെ അനുസരിക്കുന്നതായിട്ട് വരും. കാരണം ക്രിസ്തു ഇപ്പോൾ ആരായിട്ടാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കണേ? ക്രിസ്തു ആത്മാവായിട്ട് ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കാരണം സ്വർഗാരോഹണത്തിന് ശേഷം ഇന്ന് ക്രിസ്തു ആരാ? 15:45 വായിച്ച് 1 കൊരിന്ത്യർ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. മതി. അപ്പൊ ഒടുക്കത്തെ ആദാം ആരായി തീർന്നു? ജീവിപ്പിക്കുന്ന ആത്മാ. അപ്പൊ ഇന്ന് യേശു ആരാ? ജീവിപ്പിക്കുന്ന ആത്മാവായി. അതായത് യേശു എന്ന് പറയുന്നത്, യേശു ഇവിടെ ലോകത്തുണ്ടായിരുന്നപ്പോൾ തന്നെ പറഞ്ഞു, കാര്യസ്ഥൻ വരുമ്പോൾ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധാത്മാ. അപ്പൊ ഇന്ന് യേശു ആരാ? നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക്. ഇപ്പൊ ഇന്ന് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായിട്ട് ലോകത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് പഠിക്കേണ്ടതുണ്ട്, അത് പിന്നെ പഠിക്കാം. അപ്പൊ ഇന്ന് യേശു ക്രിസ്തു ലോകത്തിൽ ആരാ? ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് ഇന്ന് ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ട കൽപ്പനകളും നമുക്ക് വേണ്ട ഉള്ള നിയമങ്ങളും എല്ലാം കൽപ്പിച്ചു തരുന്നത്. ഇതിനെ നമ്മൾ അനുസരിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ, ഈ അനുസരണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവരാരായിത്തീരും? പറഞ്ഞോ, അത് തന്നെ, ക്രിസ്തുവായി തീരും. നിങ്ങൾ അനുസരണം പൂർത്തിയായി കഴിഞ്ഞാൽ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഒരു മനുഷ്യൻ എന്തുമാത്രം വളരാൻ പറ്റും? ഗുരുവിനടുത്ത്. ഗുരുവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ അവൻ ആരാ? ഗുരുവാ. അവൻ ഗുരുവാ. അപ്പോൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരുവിനെ അനുസരിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഉള്ളിൽ തന്നിരിക്കുന്നതാണ് എന്താ? നല്ല മനസാക്ഷി. ഈ നല്ല മനസാക്ഷി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തള്ളിക്കളയാൻ പാടില്ല. തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് മുങ്ങും? കപ്പൽ മുങ്ങും. കപ്പൽ മുങ്ങി തകർന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഇതിനെ സൂക്ഷിച്ച്, ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇങ്ങനെ ഇതിന് ചില ഘട്ടങ്ങളുണ്ട്. ഇങ്ങനെ ചില ഘട്ടങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അനുസരണം, ഈ നല്ല മനസാക്ഷിയെ അനുസരിക്കുന്നു എന്ന് കണ്ടാൽ, നല്ല മനസാക്ഷിയെ നമ്മൾ ഞാൻ എറണാകുളത്തേക്ക് പോകാൻ പോവാ. അപ്പൊ നല്ല മനസാക്ഷി പറഞ്ഞ് പോകരുത്. ഞാൻ പോയില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോകത്ത് ഒരു കാര്യം ചെയ്യാൻ പോയി. അത് ചെയ്യണ്ട, ഞാൻ ചെയ്തില്ല. അപ്പൊ ശോധന വരും. അപ്പൊ അങ്ങനെ സകല വിധത്തിൽ ഞാൻ അനുസരിച്ചെന്ന് പറഞ്ഞാൽ പാസ്സായി. അടുത്ത ഘട്ടം വരണം. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളർച്ച. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും നമ്മൾ സങ്കല്പിക്കുന്നതിലും പഠിച്ചിട്ടുള്ളതും ഒന്നും അല്ല ഇത്. അത്ര ഭയങ്കരമായ പ്രവർത്തനം ഇതിന്റെ ആത്മീയ മണ്ഡലത്തിലും നമ്മുടെ ഹൃദയം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അനുസരിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്താണെന്നറിയാം? അടുത്ത കാര്യം പറഞ്ഞിട്ടനുസരിക്കും. നീ മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അതിലെ പോയി കഴിഞ്ഞപ്പോൾ, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാൾ അതിലെ പോയി കഴിഞ്ഞപ്പോൾ അയാളെ ഒന്ന് പരിഹസിക്കാൻ തോന്നി. പരിഹാസിയായിരിക്കരുത് എന്ന് ഈ മനസാക്ഷി പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു?
പരിഹാസത്തിന് അയ്യോ ക്ഷമിക്കണമേ കർത്താവേ, ഞാൻ പരിഹസിച്ചു പോയി. ഇങ്ങനെ വന്നു. ഇനി അടുത്ത ഘട്ടം ഇത് മുഴുവൻ അനുസരിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. അതായത് നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പരിഹസിക്കാൻ തോന്നില്ല. അതായത് കൽപ്പന കൊണ്ടല്ല, നീ ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ടല്ല, പിന്നെ പിന്നെ എന്തുകൊണ്ടാ? അത് അവന്റെ സ്വഭാവമായി. ഇതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. ഏത് സ്വഭാവം? തിന്മ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പൊ ആദ്യമേ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നല്ല മനസ്സാക്ഷി തന്നു കഴിഞ്ഞപ്പോൾ തിന്മ ചെയ്യാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? ഏ നീ ഇവിടെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി പറയുന്നത് കേ- കേ- ഉം, ആ, മമ്മി ഇഷ്ടമല്ലാത്തൊരു കാര്യം മമ്മി പറയാ. മമ്മി പറഞ്ഞപ്പോ മമ്മിയെ പേടിച്ചിട്ട് നീ അനുസരിച്ച്. യഥാർത്ഥത്തിൽ നിനക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നീ ഭയപ്പെട്ട് അനുസരിക്കുമെങ്കിൽ നിന്നെ ദൈവം മമ്മി പറയുന്നത് ഒരു എതിരുമില്ലാതെ അത് തൻ്റെ ഇഷ്ടമായിട്ട് അംഗീകരിക്കാൻ തന്നെ തയ്യാറാവും. അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. നിയമം ഉള്ളത് കൊണ്ടല്ല. ഇപ്പൊ സൗദി അറേബ്യയിലുള്ളവർ മിക്കവാറും പേര് മദ്യപിക്കില്ല. നമ്മള് പൊതുവെ പറയണ കാരണം എന്താ? മദ്യപിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഇല്ല, അവിടെ മദ്യം പാടില്ല. മദ്യ നിരോധനം. മനസ്സിലായില്ലേ? അവിടെ ഉള്ളവര് മദ്യം മദ്യത്തെ വെറുക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അവിടെ ഉള്ളവര് മദ്യത്തെ വെറുക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ എന്ത് വേണം? നിയമം മാറ്റണം. നിയമം അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ അറിയാം ഇന്ന് വേണ്ടാന്ന് വെച്ചിരിക്കുന്നവരെല്ലാം കഴിക്കുമെന്ന്. അപ്പൊ അധികം പേരും കഴിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ അവര് എന്തുകൊണ്ടാ അവര് അവര് യഥാർത്ഥത്തിൽ അവരുടെ ഇഷ്ടം ഉണ്ടായിട്ടല്ല ചെയ്തത്. പിന്നെ എന്തുവാ? പേടിച്ചിട്ടാ. നിയമത്തെ പേടിച്ചിട്ടാണ് അത് ചെയ്തത്. കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമമില്ലെങ്കിലും എന്ത് ചെയ്യണം? നിയമമില്ലെങ്കിലും അത് ചെയ്യരുത്. അപ്പോ ദൈവം അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. അപ്പൊ നമ്മള് എന്തെല്ലാം പറഞ്ഞിരുന്നാലും ഒരു കാര്യങ്ങൾ വന്നതിന് ശേഷം നമ്മളുടെ ജീവിതത്തില് ആ കാര്യങ്ങൾ ചെയ്യരുത്, പോകരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള നിയമങ്ങളെല്ലാം വന്നു. അതുകൊണ്ട് ചെയ്തില്ല. നിയമം അങ്ങ് മാറ്റിയതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ദൈവം ഇഷ്ടമല്ല. കാരണം സാത്താൻ കീഴടങ്ങണമെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ മുമ്പാകെ സാത്താൻ കീഴടങ്ങണമെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് മുമ്പാകെ കീഴടങ്ങുള്ളൂ. ക്രിസ്തുവിന്റെ സ്വഭാവം എന്താ? ക്രിസ്തുവിന്റെ സ്വഭാവം സാത്താൻ കീഴടങ്ങുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം. സാത്താൻ തലകുനിച്ചു പോകുന്നതും അടിപ്പെട്ടു പോയ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് പാപം അറിയാത്തവൻ. എന്ത് പാപം അറിയാത്തവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏ പാപം അറിയാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരിക്കലും അത്യാവശ്യ കാര്യമുണ്ട്. ഇപ്പൊ പോളിനൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഒരു 100 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 1000 രൂപ വേണം. ഈ 1000 രൂപ എങ്ങനെ ഉണ്ടാക്കും? നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ല. എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഇഷ്ടം പോലെ പൈസയുണ്ട്. പക്ഷെ 1000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഞാൻ കൊടുക്കില്ല. എന്ത് ചെയ്യും? അപ്പോ പോള് ചിന്തിക്കുക, ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു അത്യാവശ്യം ഇന്ന കാര്യത്തിനാന്ന് പറയാം, എനിക്ക് സ്കൂളിൽ ഒരു കാര്യത്തിനാന്ന് പറയാം. അപ്പൊ തരും. അങ്ങനെ വന്ന് എന്നോട് 1000 രൂപ നുണ പറഞ്ഞു മേടിച്ചു. അപ്പോ നിയമം എന്താ? നിയമം എന്താ? അതായത് നുണ പറഞ്ഞ് ഈ 1000 രൂപ മേടിച്ചു. അത് ഇനി ക്രിസ്തുവിന്റെ സ്വഭാവമാണെങ്കിൽ എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ സ്വഭാവമായി കഴിഞ്ഞാൽ 1000 രൂപ കിട്ടിയില്ലെങ്കിലും ആ കാര്യം നടന്നില്ലെങ്കിലും ഇതറിയാൻ പാടില്ല. ഏതറിയാൻ പാടില്ല?
നുണ പറഞ്ഞും വ്യാജം പറഞ്ഞും അത് മേടിക്കാൻ അറിയാൻ പാടില്ല. അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നിയമപ്രകാരം ഇവനെ പഠിപ്പിക്കുക. ഇപ്പൊ നമുക്ക് ആ കാലഘട്ടം. ഏത് കാലഘട്ടം? ദൈവം നമ്മെ നിയമപ്രകാരം നടത്തുന്ന കാലഘട്ടമാണ്. എന്നാൽ ഈ നിയമം മറിയതിന് ശേഷം, ഈ നിയമം അങ്ങ് വിട്ടതിന് ശേഷം, ലൈറ്റ് തീരെ സീറോ ആയിട്ട്, ഇതങ്ങ് വിട്ടതിന് ശേഷം നിയമമില്ലാതെ നമ്മൾ അത് ചെയ്യുമെന്ന് നോക്കണ ഒരു കാലഘട്ടമുണ്ട്. എത്ര ഭയങ്കരമാണെന്നറിയാമോ ആ കാലഘട്ടം? ആ കാലഘട്ടം എന്ന് പറയുന്നത്, ആ ഒരു പഠനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം അതാണ് ആരുടെ സ്വഭാവം? ക്രിസ്തുവിന്റെ സ്വഭാവം. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇവന്റെ മുമ്പിൽ ആരെ കൊണ്ടുവരാൻ? സാത്താനെ കൊണ്ടുവരാൻ. ഇങ്ങനെ ഈ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാത്താൻ വന്നു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? അവിടെ വീഴും. സ്തോത്രം. എത്ര ഭയങ്കരമാണെന്ന് ഓർക്കണം. ഇങ്ങനെ വന്ന് വീണ് കഴിയുമ്പോഴേക്കും കർത്താവ് പറയും, ചവിട്ടാൻ പറയും അവനെ. ആരെ ചവിട്ടാൻ? സാത്താനെ ചവിട്ടാൻ. അപ്പൊ ഇവൻ സാത്താനെ ചവിട്ടും. അവൻ ആരായി തീർന്നു? ലോകത്തെ ജയിച്ചവനായി, ദൈവത്തിന്റെ എതിരാളിയെ ജയിച്ചവനായി, ക്രിസ്തുയേശു എന്ന തലയോളം വളർന്നവനായി. ക്രിസ്തുയേശു ശത്രുവിനെ തോൽപ്പിച്ചതുപോലെ അവനും ലോകത്തിന്റെ അധിപതിയായ ശത്രുവിനെ തോൽപ്പിച്ചവനായിട്ട് എഴുന്നേറ്റ്. ഇതാണ് കർത്താവ് നമ്മളെ കുറിച്ച്. അവൻ എവിടം വരെ വളർന്നു? ക്രിസ്തു ക്രിസ്തു ആരാ? നമ്മുടെ ഗുരു. വചനം പറ. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനുമായി. അപ്പൊ നമ്മൾ ആരെ അനുസരിക്കണം? ക്രിസ്തു ഗുരുവിനെ അനുസരിക്കണം. എന്തിന്? പ്രത്യാശ എന്താ? നമ്മുടെ ഗുരുവിനെ പോലെ ആയിത്തീരാൻ. അങ്ങനെ ഗുരുവിനെ പോലെ അനുസരിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോയി അനുസരിക്കും? ഗുരു എവിടെ ഇരിക്കണമെന്ന് നമ്മൾ നോക്കി പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ സ്വന്തം ഹൃദയത്തിൽ ദൈവം എന്ത് തന്നിട്ടുണ്ട്? നല്ല മനസ്സാക്ഷി തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല മനസ്സാക്ഷിയെ നമ്മൾ അനുസരിക്കും തോറും ആരെ അനുസരിക്കുന്നു? അനുസരിക്കുന്നു. കർത്താവേ, ഇന്ന് നമ്മൾ ഭയപ്പെട്ട് അനുസരിക്കുന്നു, നാളെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വഭാവത്തിൽ അനുസരിക്കുന്നു. സ്വഭാവത്തിൽ ക്രിസ്തുവിനെ അനുസരിക്കുമ്പോഴാണ് അവൻ ആരായിത്തീരുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായിത്തീരുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവം ഏറ്റവും ആത്യന്തികമായ ഏറ്റവും വലിയ സ്വഭാവം എന്താ? മറന്നുപോയി. പാപം അറിയാത്തവൻ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി. അവൻ പാപം അറിയാത്തവനാണ്, ചെയ്യാത്തവനല്ല. പാപം ചെയ്യാത്തവരുണ്ട്, പാപം അറിയാത്തവരുണ്ട്. ഇപ്പൊ നമ്മൾ ആരാ? പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇനി അടുത്ത ഘട്ടം ഏതാ? പാപം അറിയാത്തവരായിരിക്കാൻ കർത്താവ് നമ്മെ പ്രൊമോട്ട് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? എതിരാളിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതും കീഴടക്കുന്നതും. ആ എതിരാളിയെ നമ്മൾ എന്ത് ചെയ്യണം? ചവിട്ടണം. കർത്താവ് സ്തോത്രം. വചനം പറയുന്നത് ആ ഘട്ടം നമുക്കൊന്ന് വായിക്കാം. 16:19. ഒന്ന് റോമാലേഖനം 16:19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ അവര് ഒരു ഘട്ടം തരണം ചെയ്ത് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇത്രയും കാലം കൊണ്ട് സമ്മതിച്ച് അവരെന്ത് ചെയ്യും? അനുസരിക്കും. ആരെ അനുസരിക്കും? പറ. ക്രിസ്തുവിനെ അനുസരിക്കും എന്ന് പറഞ്ഞാൽ നല്ല മനസാക്ഷി അനുസരിക്കും. അപ്പൊ അവർ തെളിയിക്കപ്പെട്ട്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞത് ആരാ? ഒരാളുടെ പേര് പറഞ്ഞ്. അലക്സാണ്ടറും ഹുമനിയോസും. പഴയ നിയമത്തിലെ ദാവീദും. ഇത് ഇവര് കംപ്ലീറ്റ് അനുസരിക്കും. അനുസരിക്കുന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് ദൈവം സമ്മതിച്ചു. അടുത്ത ഘട്ടം. പക്ഷെ അത് പോരാ. പിന്നെ അടുത്ത ഘട്ടം. എന്നെങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം. കർത്താവ് ക്രിസ്തുവിന്റെ സ്വഭാവം എന്താ? പാവം അറിയാത്തവൻ. ഇവിടെ തിന്മയ്ക്ക് നമ്മൾ ആരായിരിക്കണം? അജ്ഞന്മാരെന്ന് പറഞ്ഞാൽ അറിയാത്തവര്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരണം. അതായത് നിയമമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? കാരണം പാപം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല.
എന്താ ഈ അത് പറ്റില്ല. അതെന്താ ഇന്ന് പാവം അറിയാത്തവരെന്ന് പറയണേ? പാവം അറിയാത്തവരെന്ന് പറയണത്. ഒരു ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണോ? ഒരു കുഞ്ഞിനെ അതിന്റെ അ അ അച്ഛൻ അച്ഛനെടുത്ത് കൈ പിടിച്ച് വെക്കുക. ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ കുഞ്ഞിനെ അങ്ങോട്ട് എറിഞ്ഞ് കളയാൻ അവന് പറ്റുമോ? ഈ തന്തയ്ക്ക് പറ്റുമോ? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ക്ഷേമം വരത്തക്കവണ്ണം ഒറ്റ അടി അടിക്കാൻ പറ്റുമോ? പറ്റുമോ? ആ കുഞ്ഞിനെ? പറ്റില്ല. കാരണം എന്താ? ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. മനസ്സുകൊണ്ട് സാധിക്കില്ല. അപ്പൊ പാപം അറിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് കഴിയുന്നതും മനസ്സുകൊണ്ട് സാധിക്കില്ല. അപ്പൊ നമ്മള് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കിട്ട് ഒരു അടി കൊടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റും. പക്ഷെ എവിടെ സാധിക്കില്ല? മനസ്സുകൊണ്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പാപം അറിയാത്തവരായിത്തീരുന്നത്. അപ്പോ നിയമപ്രകാരം നിയമം കൊണ്ടല്ല ഇന്ന് ഇനി നിങ്ങൾ തടുത്തു നിൽക്കേണ്ടത്. നിയമം കൊണ്ടല്ല ഇനി പാപം ചെയ്യാതിരിക്കേണ്ടത്. പിന്നെ എങ്ങനെയാ? സ്വഭാവം കൊണ്ട് പാപം ചെയ്യാതിരിക്കണം. അങ്ങനെ വന്നാൽ ആരുടെ സ്വഭാവമായി? ക്രിസ്തുവിന്റെ സ്വഭാവമായി. അതൊരു ഘട്ടമാണ്, ഒരു കാലഘട്ടമാണ്. അതൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം കൂടെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അവൻ പാപം അറിയാത്തവനായി. ആരുടെ സ്വഭാവമുള്ളതായി? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായി. ക്രിസ്തുവിന്റെ സ്വഭാവം ഇവനിൽ ഉറച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ സാത്താന് എതിർത്ത് നിൽക്കാൻ പറ്റില്ല. എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും. എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് വായിച്ചോ. എങ്കിലും നിങ്ങൾ അല്ല നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് ആജ്ഞമാരുമാകണം. അടുത്തതിലേക്ക് കിടക്കണം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയായി ജയിച്ചു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം എന്ത് ചെയ്യും? സാത്താനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. അവൻ ആരായി തീർന്നു? സാത്താന്റെ തലയെ തകർത്തവൻ ആരാ? ക്രിസ്തു. ദൈവത്തിന്റെ സഭയുടെ കാൽക്കീഴെ ആരാ പോ? സാത്താൻ. എന്താ കാരണം? സഭ ആരെ പോലെയായി? ക്രിസ്തുവിനെ പോലെ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോലെയായി. സഭ ഗുരുവിനെ പോലെയായി. സഭയുടെ കാൽ കീഴെ ആര്? സാത്താനെ ദൈവം ചതച്ചു കളഞ്ഞിരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം അനുസരിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു ഭാഗമാണ് സ്വന്തം മനസാക്ഷി. നല്ല മനസാക്ഷി. ഈ നല്ല മനസാക്ഷിയിൽ കൂടിയാണ് ക്രിസ്തു നമ്മിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം ഓർക്കണം. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടി നാം ദൈവമക്കളെന്ന് വാദിച്ചുകൊണ്ടിരിക്കും. ആ ആത്മാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ, അനുസരണത്തിൽ ദൈവം തൃപ്തി പ്രാപിച്ചാൽ അടുത്തത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കും. ഇങ്ങനെ പറയാതെ തന്നെ തിന്മ ചെയ്യാതിരിക്കാൻ അവൻ ശീലിക്കും. അങ്ങനെ ചെയ്താൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് അവൻ പ്രവേശിച്ചു. അത്രയും ബോധ്യമായി കഴിഞ്ഞാൽ സാത്താൻ അവന്റെ കാൽക്കീഴെ ചതച്ചു കളയും. ഇങ്ങനെയുള്ള അധികം പേരില്ല. ഒരു കൂട്ടം മാത്രമേ. ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു കൂട്ടവും സാത്താനെ കാൽക്കീഴാക്കിയ ഒരു കൂട്ടവും, ചെറിയൊരു കൂട്ടവും, വേറെ ആരുമില്ല. അവര് ഏതനുസരണം തികച്ചവരാ? ഗുരുവിനോടുള്ള അനുസരണം തികച്ച് ഗുരുവിനെ പോലെ ആയിത്തീർന്ന കൂട്ടമാണ്. ഒരുവൻ എത്ര നിങ്ങളുടെ ഗുരു? ആരാ? ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് തലയോളമാണ് ദൈവത്തിന്റെ സഭ അനുസരണത്തിൽ വളരാൻ വെച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുവരെയുള്ള പഠനം നമ്മൾ ഓർത്തുകൊള്ളണം, മറന്നു പോകരുത്. നമ്മൾ അനുസരിക്കേണ്ടത് ആരെയൊക്കെയാ? ഒന്നാമത്തത് ദൈവത്തെ, ദൈവത്തിന്റെ വചനത്തെ. 2 മാതാപിതാക്കളെ. മൂന്നാമത്തത് അറിഞ്ഞ സത്യത്തെ.
നാലാമത്തത് വാഴ്ചകളെയും അധികാരങ്ങളെയും. അഞ്ചാമത്തത് അഞ്ചാമത്തത് നല്ല മനസ്സാക്ഷി അല്ലെങ്കിൽ ഗുരുവിനെ. ഈ അനുസരണത്തിൽ കൂടി, ഇത്രയും അനുസരണത്തിൽ കൂടി ശത്രുവിനെ കീഴടക്കാൻ ദൈവം സഭയെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അനുസരണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അനുസരിക്കുന്നതാ എന്ന് പറയും. അങ്ങനെയല്ല. സൂക്ഷ്മമായി നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം. നിത്യജീവൻ പ്രാപിക്കണം. നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. സാത്താനെ കാൽക്കീഴാക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്തനുസരിക്കണം? വാഴ്ചകളെ അധികാരങ്ങളെ അനുസരിക്കണം. ക്രിസ്തു നമുക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് മുമ്പാകെ ശത്രു കീഴടങ്ങിയതാ. അവന്റെ തലയെ കർത്താവ് തകർത്തതാ. അതുപോലെ തകർത്ത ഒരു കൂട്ടം. ആ കൂട്ടത്തിലായിത്തീരാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ വ്യക്തമായ ലക്ഷ്യത്തിൽ കൂടി ഇത്രയും പാഠങ്ങൾ നമ്മൾ പഠിച്ച് അതുവഴി മുമ്പോട്ട് പോകണം. ഗ്രഹിച്ചപ്പോ അതുകൊണ്ട് തന്ന ബുക്കുകളിലെ അതിനകത്തേക്ക് കുറിച്ചിട്ട് ദിനം പ്രതി അതിൽ വളർച്ച പ്രാപിക്കണം. എന്ത് പറയുന്നു? പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവിന് സ്തോത്രം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥിക്കാം. രണ്ടുപേരും പ്രാർത്ഥിക്കാം. നയമേയും പോളും പ്രാർത്ഥിക്കാം.